ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഇഞ്ചിക്കറി. നമ്മൾ ഈ ഓണമൊക്കെ വരുമ്പോൾ ഓണത്തിന് 2 ദിവസം മുമ്പേ തന്നെ നമ്മൾ ഇഞ്ചിക്കറിയൊക്കെ തയ്യാറാക്കി വെക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ഇഞ്ചിക്കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 300 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി വെള്ളം മാറിയതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചിക്കറിക്ക് വേണ്ടിയുള്ള ഇഞ്ചി അരിഞ്ഞെടുക്കുന്നത്. ഇതുപോലെ ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 10-12 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 10-20 ഉള്ളി, ഒരു പിടി കറിവേപ്പില, ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ശർക്കര അല്ലെങ്കിൽ ശർക്കര പൊടി, വെളിച്ചെണ്ണ, വാളംപുളി എടുത്തിരിക്കുന്നത് 50 ഗ്രാം വാളംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണയിൽ വറുത്ത് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന പൊടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, കടുക് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഞാൻ ഇഞ്ചി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ എടുത്തിരുന്ന ഉള്ളിയും ഇതുപോലെ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ട് കനം കുറച്ച് വട്ടത്തിൽ. പച്ചമുളകും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തിരിക്കുന്ന ഒരു പിടി കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. പുളി 1/2 കപ്പ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ട് വെച്ചിരിക്കുകയാണ്. കുറച്ച് തേങ്ങയും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. നമുക്ക് ആദ്യമേ ഇഞ്ചി, ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം വറുത്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ ചട്ടിയിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഈ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ആദ്യമേ ഇഞ്ചി ഇട്ട് വറുത്തെടുക്കാം. ഇഞ്ചി വറുത്തെടുക്കുമ്പോൾ ഇതൊക്കെ വറുത്തെടുക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവര് നമുക്കിത് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. മൺചട്ടി അതുകൊണ്ട് നല്ല ചൂട് കാണും, അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇഞ്ചി എപ്പോഴും അരിഞ്ഞെടുക്കുമ്പോൾ ഒരേ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കണം. ഒരേ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുകയാണ് നമ്മൾ ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ നമുക്ക് ഒരുപോലെ ഇത് വറുത്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ ഇഞ്ചി വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഉള്ളിയും കൂടി വറുത്തെടുക്കാം. ഉള്ളി ഇതുപോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിത് എണ്ണയിലിട്ട് വറുക്കാവേ. നമ്മൾ ഉള്ളി കുറച്ച് കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഉള്ളിയും കറിവേപ്പിലയും നമ്മൾ ഈ ഇഞ്ചിക്കറിയിൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അതാണ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉള്ളി എടുത്തതും അതുപോലെ തന്നെ കറിവേപ്പിലയും കുറച്ച് കൂടുതൽ എടുത്തത്. ഉള്ളി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോടെ പച്ചമുളക് ഇട്ട് വറക്കാൻ പോകണേ. പച്ചമുളക് ഇട്ട് വറക്കുമ്പം ഇത് പച്ചമുളക് നല്ലതുപോലെ വാടി കഴിയുമ്പം ഇതിനകത്തോടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഇട്ട് വറുത്തെടുക്കാവേ. ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് വറുത്തെടുക്കാം. നമ്മൾ ഈ വറുത്തെടുക്കുന്ന എല്ലാം കൂടെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് വെച്ചാൽ മതി. നമ്മളിതെല്ലാം ചൂട് മാറിയതിന് ശേഷം പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇതും കൂടെ വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ തേങ്ങയും കൂടെ ഒന്ന് വറുത്തെടുത്ത് അത് നമ്മൾ ഇതിനകത്ത് കൂടെ അരയ്ക്കുന്നില്ല, അത് നമ്മൾ ഇതിനകത്ത് വെറുതെ ഇടാൻ വേണ്ടിയാണ്. കറിവേപ്പില ഇതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടെ വറുത്തെടുക്കുന്നത്. നമ്മൾ ഇതെല്ലാം നമുക്ക് ചൂട് മാറാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങയും നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഇതും കൂടി നമുക്ക് വറുത്തെടുക്കാം. ഇത് നമ്മൾ വറുത്തെടുത്തോളം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തേങ്ങ നമ്മൾ ഇഞ്ചിയുടെ പൊടിയൊക്കെ ചേർക്കുന്ന കൂട്ടത്തിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണങ്ങിയൊരു മിക്സിയുടെ ജാറിലോട്ട് നമുക്കിതിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഒത്തിരി നല്ലതുപോലെ പൊടിച്ചെടുക്കണം, തരിതരിയായിട്ട് കിടക്കത്തക്ക രീതിയിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഇഞ്ചിയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത ഇഞ്ചിയും തേങ്ങ വറുത്തെടുത്തതും കൂടെ നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് പുളി പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഇഞ്ചിയൊക്കെ വറുത്ത ആ എണ്ണയിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം 2-3 ഉണക്കമുളക് 2-3 മുറിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതിനകത്തോട് നമ്മൾ പൊടിക്കൂട്ടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ എടുത്ത് വെച്ചിരുന്ന
മുളക് പൊടിയിൽ നിന്ന് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും ഇട്ടതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തീ കത്തിച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതിനകത്ത് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. 2 കപ്പ് ചൂടുവെള്ളം കൂടി ഞാൻ ചേർക്കാൻ പോവാണ്. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിന് കുറച്ച് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ശർക്കര അല്ലെങ്കിൽ ശർക്കരപ്പൊടി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇത് തിളപ്പിക്കാവേ. നമുക്ക് തിളയ്ക്കാൻ വേണ്ടി ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാവേ. ഇത് ഇനി നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോടെ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് കുറുകി വരുന്നത് വരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഒത്തിരി കുറുകി വരണ്ട. ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്ത പച്ചമുളക് ഒത്തിരി എരിവില്ലാത്ത പച്ചമുളകാണ്. അതുകൊണ്ട് ഞാൻ 10-12 പച്ചമുളക് എടുത്തു. അതുപോലെ തന്നെ മുളക് പൊടി എടുത്തപ്പോൾ ആ മുളക് പൊടിക്കകത്ത് ഞാൻ കാശ്മീരി ചില്ലി കൂടെ മിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ടും അതിന് ഒത്തിരി എരിവില്ല, മീഡിയമായിട്ടുള്ള എരിവ് കിട്ടും. പിന്നെ ഇഞ്ചിക്കും എരിവുണ്ടല്ലോ, ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഇത്ര എരിവ് ചേർത്ത് കൊടുത്താൽ മതി. ഇത്ര എരിവാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ്. അതുപോലെ നമ്മൾ ഇതിനകത്തോട്ടെ കറിവേപ്പിലയും ഉള്ളിയും ഒക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇഞ്ചിക്കറിക്ക്. എണ്ണ നല്ലപോലെ തെളിഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം. നമ്മൾ ഒത്തിരി കുറുകാൻ വേണ്ടി വെക്കരുത്, കാരണം മൺചട്ടിയാണ്. നമ്മൾ തീ നിർത്തിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തിളച്ചിരിക്കും ആ ചട്ടിയുടെ ചൂടിൽ. അതുപോലെ തന്നെ ഇത് ചൂടൊക്കെ മാറിക്കഴിയുമ്പം കുറച്ചുകൂടി കുറുകി വരുവേ. ഇതുപോലെ എണ്ണ ഇങ്ങനെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ വേണം നമുക്ക് തീ നിർത്താനായിട്ട്. എരിവും മധുരവും പുളിയും ഒക്കെ ചേർന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് ഇഞ്ചിക്കറി. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയും കൂടിയാണ്. ഓണത്തിന് നമ്മൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്ന കറിയും കൂടിയാണല്ലോ ഇഞ്ചിക്കറിയെ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയാണിത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണേ. അടുക്കി പിടിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ മൺചട്ടിയിലല്ലേ വെച്ചിരിക്കുന്നത്, അപ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ആ ഒരു ചട്ടിയുടെ ചൂടിലാണ് ഇപ്പോൾ ഇത് തിളയ്ക്കുന്നത്. ഇതിൻ്റെ ചൂടൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസമൊക്കെ കഴിയുമ്പം കുറച്ചുകൂടി കുറുകി വരുവേ. ഇപ്പം നമ്മൾ സ്പൂണൊക്കെ ഇട്ട് ഇളക്കി കഴിയുമ്പോൾ ഈ സ്പൂണിലൊക്കെ നല്ലതുപോലെ എണ്ണയൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഇതുപോലെയാണ് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഞ്ചിക്കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇഞ്ചിക്കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ ഇഞ്ചിക്കറിയാണ്. ഇത് കുറച്ചുകൂടി കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.